ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഡ്രൈവർ കം OA എക്സാം വളരെ അടുത്തെത്തിയിരിക്കുകയാണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ പഠന വേഗതയൊക്കെ വർദ്ധിപ്പിക്കാനായിട്ടാണ് നമ്മുടെ ഈ ഒരു സെക്ഷൻ, അതായത് നമ്മൾ 15/2023 ചോദിച്ച പ്രീവിയസ് ഇയർ ചോദ്യം, കംപ്ലീറ്റ് ചോദ്യവും അതിന്റെ ആൻസറും ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. വളരെ പെട്ടെന്ന് നമുക്ക് തീർക്കാം, കാരണം വളരെ ചുരുങ്ങിയ സമയമുള്ളൂ നമുക്ക് എല്ലാവർക്കും. അതുകൊണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഇത് പറഞ്ഞു തീർക്കേണ്ടതുണ്ട്. അപ്പോൾ നോക്കിയുള്ളത് നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മുടെ INC-യുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമാണ്. 1929 ലാഹോർ കോൺഗ്രസ് സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക. ശരിയായത് ഏത്? ജവഹർലാൽ നെഹ്റു കോൺഗ്രസ് പ്രസിഡന്റായി, ശരിയാണ്. അതേപോലെ ക്വിറ്റ് ഇന്ത്യ സമരം ആരംഭിക്കാൻ തീരുമാനിച്ചു, അതെന്താണ്? തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം ഉണ്ടായി, ശരിയാണ്. അപ്പൊ അതിൽ ശരിയായിട്ടുള്ളത് എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ആണ് ഇതെന്ന് പറയുന്നത് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം, ഗുദായി ഖിദ്മത്ത് ഗാർസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് എന്നുള്ളതാണ്. 4 ഓപ്ഷൻസ് ഉണ്ട്, നമുക്ക് ആൻസർ മാത്രം പറഞ്ഞു പോവാം. ഏതാണ്? ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. ഓപ്ഷൻ ബി, ഖാൻ അബ്ദുൾ ഖാഫർ ഖാൻ. അടുത്ത മൂന്നാമത്തെ ചോദ്യം, 1937 പ്രവിശ്യകളിലേക്ക് നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എത്ര പ്രാവശ്യങ്ങളിലായിട്ടാണ് ഗവൺമെന്റ് രൂപീകരിച്ചത് എന്നുള്ളതാണ്. അതിന്റെ ആൻസർ എന്ന് പറഞ്ഞാൽ ഏതാണ്? 7 പ്രാവശ്യങ്ങളിലായിട്ടാണ്. മൂന്നാമത്തത്. 4, പ്രത്യക്ഷ പ്രവർത്തന ദിനം ആഹ്വാനം ചെയ്തത് ആരാണ്? മുഹമ്മദ് അലി ജിന്നയാണ്. 5, നയീം താലീം എന്ന വിദ്യാഭ്യാസ ആശയം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ, ഗാന്ധിജിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 6, സ്വതന്ത്ര ഇന്ത്യയിലെ പ്രധാന ഇരുമ്പുരുക്കു വ്യവസായശാലകളും സഹായം നൽകിയ രാജ്യങ്ങളും ചുവടെ നൽകിയിരിക്കുന്നു. ചേരാത്തത് തിരഞ്ഞെടുക്കുക. ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, കറക്റ്റ് ആണ്. ദുർഗാപൂർ ബ്രിട്ടൻ ആണ് സഹായം നൽകിയത്. ഭിലായ് ജപ്പാൻ, അത് തെറ്റാണ്. റൂർക്കേല ജർമ്മനി. അപ്പൊ അതില് ചേരാത്തതിൽ തെറ്റായിട്ടുള്ളതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഓപ്ഷൻ സി 3 ആണ് തെറ്റായിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണ്. ഗാന്ധിജിയുടെ മരണത്തെക്കുറിച്ച് ആരാണ് ഈ വാക്കുകൾ പറഞ്ഞത് എന്നുള്ളതാണ്. ജവഹർലാൽ നെഹ്റു. ഓപ്ഷൻ ബി, ജവഹർലാൽ നെഹ്റു. 8ാമത്തെ ചോദ്യം, ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ്സ് എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? VP മേനോൻ ആണ്. VP മേനോൻ ആണ് എന്ത്? ഇന്റഗ്രേഷൻ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ഗ്രന്ഥം രചിച്ചത്. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ താഴെ നൽകിയിരിക്കുന്ന പ്രദേശങ്ങളിൽ ഏതൊക്കെയാണ് ഫ്രാൻസിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നത്? ഏതൊക്കെയാണ്? പോണ്ടിച്ചേരി, യാനം, കാരക്കൽ ആണ്. അതായത് 2, 3, 4. ഓപ്ഷൻ സി ആണ് ആൻസർ. അടുത്ത ചോദ്യം, ആസൂത്രണ കമ്മീഷന്റെ ആദ്യ വൈസ് ചെയർമാൻ ആരായിരുന്നു എന്നുള്ളതാണ്. ഓപ്ഷൻ എ, ഗുൽസാരി നന്ദയാണ് ആൻസർ. 11, താഴെ നൽകിയിരിക്കുന്നവയിൽ കൊച്ചി ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായിരുന്നത് ആരാണ് എന്നുള്ളതാണ്. പണ്ഡിറ്റ് കറുപ്പനാണ്. 12, ജീവിത സമരം ആരുടെ ആത്മകഥയാണ്? ഓപ്ഷൻ ബി, സി കേശവൻ. 13, വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായത് തിരഞ്ഞെടുക്കുക. അതിൽ ശരിയായത് 1ഉം 2ഉമാണ്. ഏത്? സവർണ ജാഥ വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. രണ്ടാമത്തത് 1929 സത്യാഗ്രഹം അവസാനിപ്പിച്ചു. 14, ഒറ്റപ്പാലത്ത് വെച്ച് നടന്ന ആദ്യ അഖില കേരള പ്രവശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാണ് എന്നുള്ളതാണ്. ടി പ്രകാശമാണ് ആൻസർ. ഓപ്ഷൻ സി, അഖില കേരള പ്രവശ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. ആത്മവിദ്യാസംഘം പലപ്പോഴും പലതവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യം. ആത്മവിദ്യാസംഘം എന്ന പരിഷ്കരണ പ്രസ്ഥാനം ആരംഭിച്ചത് ആരാണ്? വാഗ്ബടാനന്ദനാണ്. 16, ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്? അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടതാണ്. 17, ഡോക്ടർ BR അംബേദ്കർ ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ചത് ഏത് ഭരണഘടനാ വകുപ്പിനെയാണ്? ആർട്ടിക്കിൾ 32 ആണ്. ഇന്ത്യൻ ഭരണഘടനയിലേക്ക് മൗലിക ചുമതലകൾ കൂടിച്ചേർത്ത ഭേദഗതി 42ാം ഭേദഗതിയാണ്, ഭരണഘടനാ ഭേദഗതിയാണ്. 19, മൗലിക അവകാശങ്ങൾ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ്. ഭാഗം 3ലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. 20, നിയമവിധേയമില്ലാതെ തടവിൽ വെച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിനായിട്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവ് ഏതാണ് എന്നുള്ള. റിട്ടുകൾ അല്ലെ പറയാറുണ്ട്, നമ്മൾ പഠിക്കാറുണ്ട്. ഏതാണ് ആൻസർ? ഓപ്ഷൻ സി, ഹേബിയസ് കോർപ്പസ് ആണ്. അടുത്തിടെ, അതായത് ഇത് ആക്ച്വലി ആ ഒരു ടൈമിലെ ഒരു കറണ്ട് അഫയേഴ്സ് ആണ് അല്ലെ. ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈൽസ് ആയിട്ടുള്ള
സോങ് 12 പരീക്ഷിത രാജ്യം, അത് ആ ഒരു ടൈം 2023 റിലേറ്റ് ചെയ്ത് കറണ്ട് അഫേഴ്സ് ആണ്. നമ്മളിപ്പോൾ നോക്കണമെന്നില്ലെങ്കിൽ ഒന്ന് അറിഞ്ഞു വെച്ചേക്കുക, ഉത്തര കൊറിയയാണ്. നാട്യശാസ്ത്രം എഴുതിയത് ആരാണ്? ഓപ്ഷൻ ബി ഭരതമുതിയാണ് 22ാമത്തെ ആൻസർ. 1857 ഇന്ത്യയുടെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ ഗൊറില്ല യുദ്ധമുറ അല്ലെ, ഒളിപ്പോർ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന ഗൊറില്ല യുദ്ധമുറ സ്വീകരിച്ചത് ആരാണ് എന്നുള്ളതാണ്. തന്തിയോ തോപ്പിയാണ് ആൻസർ. തന്തിയ തോപ്പി. ഓക്കെ. തോമസ് കപ്പ് ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബാഡ്മിന്റണുമായിട്ട് ബന്ധപ്പെട്ടതാണ് തോമസ് കപ്പ്. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി. ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി ആരാണ് എന്നുള്ളതാണ്. ആരാണ്? ജി ശങ്കരകുറുപ്പാണ് ജ്ഞാനപീഠ പുരസ്കാരം നേടിയ ആദ്യ മലയാളി എന്ന് മനസ്സിലാക്കുക. ഇന്ത്യയിലെ ഏറ്റവും വലിയ അണക്കെട്ടായ ബക്രാനങ്കൽ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? സത്ലജ് നദിയിലാണ്. ഏത് കേന്ദ്രഭരണ പ്രദേശമാണ് 2 സംസ്ഥാനങ്ങളുടെ തലസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആൻസർ ഏതാണ്? ഛത്തീസ്ഗഡ് ആണ്. ഇന്ത്യയിലെ ഏറ്റവും കിഴക്കറ്റത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനത്തിന്റെ തലസ്ഥാനം ഏതാണ്? 28ാമത്തെ ചോദ്യം. ഏതാണ്? ഇറ്റാനഗർ. ഇറ്റാനഗർ. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ആണ് സുന്ദർബൻ എന്നറിയപ്പെടുന്നത് അല്ലെ. ഏതെല്ലാം നദികളുടെ നിക്ഷേപണം മൂലമാണ് രൂപപ്പെട്ടിരിക്കുന്നത്? ഗംഗയും ബ്രഹ്മപുത്രയും. ഹിമാലയത്തിലെ സോജില ചുരം ഏതെല്ലാം സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ഏതെല്ലാം സ്ഥലങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു? സോജില ചുരം. ഇതാണ് ശ്രീനഗർ, കാർഗിൽ. 31 കേരളത്തിലെ ഏത് ജില്ലയിലാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ള കനോലി പ്ലോട്ട് പ്ലാന്റേഷൻ സ്ഥിതി ചെയ്യുന്നത്? എവിടെയാണ്? മലപ്പുറം ജില്ലയിലാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന മലനിര പലതവണ ചോദിച്ചതാണ്. നീലഗിരി കുന്നുകളാണ്. ഇത് ആ ഒരു ടൈമിൽ ഒരു കറണ്ട് അഫേഴ്സ് ആയിരിക്കും. 2021 മേജർ ധ്യാൻചന്ദ് പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള മലയാളി ആരാണ് എന്നുള്ളതാണ്. PR രാജേഷ് ആണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത പലതവണ ചോദിച്ചതാണ്. ഏതാണ്? 34ാമത്തെ ആൻസർ NH66 ആണ്. 35 കേരളത്തിലെ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ മറന്നു പോകരുത്. കേരളത്തിൽ ഏറ്റവും ആദ്യം രൂപം കൊണ്ട നഗരസഭ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കോഴിക്കോടാണ്. 36 കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം. കേരളത്തിലെ ഏറ്റവും ചെറിയ ദേശീയോദ്യാനം പാമ്പാടും ചോലയാണ്. തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു തുറമുഖമാണ് ഏത്? വിഴിഞ്ഞം തുറമുഖം അല്ലെ. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജലസംഭരണ ശേഷിയുള്ള അണക്കെട്ട് ഏതാണ് എന്നുള്ളതാണ്. ഇടുക്കിയാണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി നമ്മൾ PC പഠിച്ചു തുടങ്ങുന്ന ആൾക്കാർ പഠിച്ചു തുടങ്ങുന്ന ഒരു ചോദ്യമാണ് അല്ലെ. പള്ളിവാസലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഏതാണ്? അതിരപ്പള്ളിയാണ്. നെക്സ്റ്റ് സയൻസിലേക്ക് കടക്കാം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്കുള്ള സൗജന്യ ചികിത്സാ പദ്ധതി മിഠായി. പുകയിലയിലെ വിഷവസ്തുക്കൾ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന രോഗാവസ്ഥ ഏതാണ്? എംഫസിമയാണ്. എലിപ്പനിക്ക് കാരണമായിട്ടുള്ള ബാക്ടീരിയ എലിപ്പനി ലെപ്റ്റോസ്പൈറയാണ് എലിപ്പനിക്ക് കാരണമാകുന്നത്. അതുകൊണ്ട് തന്നെ ലെപ്റ്റോസ്പൈറോസിസ് എന്ന് കൂടി എലിപ്പനി അറിയപ്പെടുന്നുണ്ട്. ആഗ്നേയ ഗ്രന്ഥിയിലെ ഏത് കോശങ്ങളാണ് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത്? ബീറ്റ കോശങ്ങൾ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നു. ആൽഫ കോശങ്ങളെ ഗ്ലൂക്കോൺ ഉൽപ്പാദിപ്പിക്കുന്നു. നമ്മൾ അറിയാവുന്ന കാര്യമാണ്. അടുത്തത്, മനുഷ്യരിൽ മുറിവുണ്ടാകുമ്പോൾ സാധാരണഗതിയിൽ 8 മുതൽ 15 മിനിറ്റിനുള്ളിൽ രക്തം കട്ട പിടിക്കുന്നു. രക്തം കട്ട പിടിക്കുന്നതോ നിലയ്ക്കാത്തതോ ആയ അവസ്ഥയുടെ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ഏതാണ് എന്നുള്ളതാണ്. ആൻസർ ഓപ്ഷൻ ബി ആണ്. APTT എന്നുള്ളതാണ് ആ ടെസ്റ്റിന്റെ പേര്. ഓക്കെ. നെക്സ്റ്റ്, രോഗകാരിയായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാൻ ലക്ഷ്യം വെക്കുന്ന കർമ്മ പദ്ധതി ആദ്യമായിട്ട് നടപ്പിൽ വരുത്തിയത് കേരളത്തിലാണ്. ഇതിന്റെ പേര് എന്താണ് എന്നുള്ളതാണ്. KRSAP കാർസാപ്പ് എന്നുള്ളതാണ്. മസ്തിഷ്കത്തിന്റെ വൈദ്യുതരങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഇലക്ട്രോ എൻസിഫലോഗ്രാം ആണ്. ജനിതക വൈകല്യം മൂലം ഹീമോഗ്ലോബിന്റെ ഘടനയിൽ മാറ്റം വരുന്നതും ഓക്സിജൻ സംവഹന ശേഷി കുറയുന്നതുമായിട്ടുള്ള രോഗം ഏതാണ്? അരിവാൾ രോഗമാണ്. പിന്നീട് കോശ വിഭജന പ്രക്രിയയിൽ 49ാമത്തെ ചോദ്യം. നിയന്ത്രണ സംവിധാനങ്ങൾ തകരാറിലായി സാധാരണ കോശങ്ങൾക്ക് രൂപമാറ്റവും ജനിതക മാറ്റവും സംഭവിച്ച് ട്യൂമറുകൾക്ക് കാരണമാകുന്ന ഇത്തരം രൂപമാറ്റം വന്ന കോശങ്ങളെ നമ്മൾ വിളിക്കുന്ന പേര് നിയോപ്ലാസ്റ്റിക് കോശങ്ങൾ എന്നാണ്. വായുവിലൂടെയോ സ്പർശനത്തിലൂടെയോ പ്രാണികളിലൂടെയോ ഭക്ഷണപാനീയങ്ങളിലൂടെയോ പകരാത്ത രോഗം ഏതാണ് എന്നുള്ളതാണ്. എയ്ഡ്സ് ആണ് അല്ലെ. എയ്ഡ്സ് ആണ്. അടുത്തത്, സിറ്റൈൻ നമ്പർ ഏതുതരം ഇന്ധനവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാണ്? ഡീസലുമായിട്ട് ബന്ധപ്പെട്ടതാണ്. 4 സിലിണ്ടർ ഉള്ള 52ാമത്തെ ചോദ്യം. 4 സിലിണ്ടർ ഉള്ള ഡീസൽ എഞ്ചിന്റെ ഫയറിംഗ് ഓർഡർ ഏതാണ് എന്നുള്ളതാണ്. 1342. ആൻസർ ഓപ്ഷൻ എ ആണ്. താഴെ പറയുന്നതിൽ മോട്ടോർ വെഹിക്കിൾ അല്ലാത്തത് ഏത്? അറിയാലോ, ട്രെയിൻ ആണ്. വാഹനത്തിൽ ഓൾട്ടർനേറ്ററുടെ ഉപയോഗം എന്താണ്? ബാറ്ററി ചാർജ് ചെയ്യാനായിട്ടാണ് ഓൾട്ടർനേറ്റർ ഉപയോഗിക്കുന്നത്. 55 സ്പാർക്ക്
പ്ലഗിന്റെ ഗ്യാപ്പ് അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് എന്നുള്ളതാണ് ഫീലർ ഗേജ്. 56 ഒരു വാഹനം വളവ് തിരിയുമ്പോൾ ചക്രങ്ങൾക്ക് വ്യത്യസ്ത വേഗത ക്രമീകരിക്കുന്ന സംവിധാനം ഏതാണ്? എന്താണ്? ഡിഫറൻഷ്യൽ എന്നുള്ളതാണ് ആൻസർ. 57 ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിക്കുന്നത്? തന്റെ വാഹനം അപകടത്തിലാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിനാണ് ഹസാർഡ് വാർണിംഗ് ലൈറ്റ് ഉപയോഗിക്കുന്നത്. റോഡ് അപകടത്തിൽപ്പെടുന്നവരുടെ ജീവൻ രക്ഷിക്കാൻ അപകടം നടന്നതിന് ശേഷം ശരിയായ വൈദ്യസഹായം നൽകേണ്ടത് ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് നൽകേണ്ട ആദ്യത്തെ 1 മണിക്കൂർ സമയത്തിന് പറയുന്ന പേരെന്താണ്? അല്ലെ, ആ 1 മണിക്കൂർ സമയത്തിനുള്ളിൽ നൽകേണ്ട പേരെന്താണെന്ന് ഗോൾഡൻ അവർ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഈ ട്രാഫിക് സൈൻ എന്തിനെ സൂചിപ്പിക്കുന്നു? അല്ലെ, ട്രാഫിക് സൈൻ എന്ന് പറയുന്നത് വാഹനം നിർത്തുക എന്നതിനെ സൂചിപ്പിക്കുന്നു. ഒരു വാഹനത്തിന്റെ റേഡിയേറ്ററിൽ ഓയിലിന്റെ സാന്നിധ്യം കണ്ടാൽ എന്താണ് മനസ്സിലാക്കേണ്ടത്? എന്താണ് ആൻസർ? ആൻസർ ഓപ്ഷൻ സി ആണ്. ഹെഡ് ഗ്യാസെറ്റ് തകരാറിലായി. ദെൻ 1500 cc താഴെയുള്ള മോട്ടോർ ക്യാബിന് നിലവിൽ മിനിമം വാടക എത്രയാണ്? 5 കിലോമീറ്റർ വരെ 200 രൂപ എന്നുള്ളതാണ് വാടക. ഓക്കെ. 62 വാഹനം റോഡിൽ മുന്നോട്ട് നീങ്ങുന്നത് വാഹനത്തിന്റെ ടയറും റോഡും തമ്മിലുള്ള ഏത് ബലം പ്രവർത്തിക്കുന്നത് മൂലമാണ്? ഫ്രിക്ഷണൽ ഫോഴ്സ് പ്രവർത്തിക്കുന്നത് മൂലമാണ്. കോഷണറി സൈൻ ബോർഡുകളുടെ ആകൃതി എന്താണ് എന്നുള്ളതാണ്. എന്താണ്? ത്രികോണമാണ്. വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന OBD സിസ്റ്റത്തിന്റെ OBD എന്തിനെ സൂചിപ്പിക്കുന്നു? ഓൺ ബോർഡ് ഡയഗ്നോസ്റ്റിക് സിസ്റ്റം എന്നുള്ളതാണ് അതിന്റെ ആൻസർ. OBD. ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്നാൽ എന്ത്? മറ്റുള്ളവർ നിയമം ലംഘിക്കുമെന്ന് മുൻകൂട്ടി കണ്ട് വാഹനം ഓടിക്കുന്നതിനാണ് നമ്മൾ ഡിഫൻസീവ് ഡ്രൈവിംഗ് എന്ന് പറയുന്നത്. BS4 വാഹനങ്ങൾക്ക് ആക്ച്വലി ക്യാൻസൽ ചെയ്തൊരു ചോദ്യമാണ്. 66ാമത്തെ ചോദ്യം ക്യാൻസൽ ചെയ്താണ്. അടുത്തത് ABS, ആന്റി ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം എന്നാണ് ABS അറിയപ്പെടുന്നത്. മോട്ടോർ വാഹന നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ് മോട്ടോർ ഡ്രൈവിംഗ് ലൈസൻസ് അയോഗ്യത കൽപ്പിക്കുന്നത്? സെക്ഷൻ 19. മറന്നു പോകരുത്, സെക്ഷൻ 19. 69 വാഹനത്തിന്റെ RPM അളക്കുന്നതിനുള്ള ഉപകരണം. RPM അളക്കുന്ന ഉപകരണം ഏതാണ്? ടാക്കോമീറ്റർ ആണ് RPM അളക്കുന്നത്. ടാക്കോമീറ്റർ ആണ് RPM അളക്കുന്നത്. 70ാമത്തെ ക്യാൻസൽ ചെയ്ത ചോദ്യമാണ്. 71 റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ ചെയർമാൻ ആരാണ് എന്നുള്ളതാണ്. മറന്നു പോകരുത്, ജില്ലാ കളക്ടറാണ് ചെയർമാൻ. ഒരു ട്രാക്ടറിൽ ഡ്രൈവർ കൂടാതെ യാത്ര ചെയ്യാൻ അനുവദിക്കാവുന്ന പരമാവധി ആളുകളുടെ എണ്ണം എത്രയാണ്? ആർക്കും അനുവാദമില്ല. ഓക്കെ. 73 ഇരുചക്ര വാഹനങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ ഏത് പ്രായം തൊട്ടുള്ള യാത്രക്കാർക്ക് നിർബന്ധമായും ഹെൽമറ്റ് ധരിക്കേണ്ടതാണ്? 4 വയസ്സിന് മുകളിലുള്ളവർ നിർബന്ധമായിട്ടും ഹെൽമറ്റ് ധരിക്കണം. വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിംഗ് ഈ സിഗ്നൽ തെളിഞ്ഞു കിടക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? ചെക്ക് എഞ്ചിൻ. ഓക്കെ. സലൂൺ ടൈപ്പ് ബോഡി ഏത് തരം വാഹനങ്ങൾക്കാണ് ഉള്ളത്? സ്റ്റേജ് കാരേജ്. 76 ഒരു വാഹനത്തിന്റെ അൺലാൻഡ് വെയിറ്റ് എന്നാൽ എന്താണ്? ഡ്രൈവർ ഒഴികെയുള്ള വാഹനത്തിന്റെ ഭാരത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത്? അൺലാൻഡ് വെയിറ്റ് എന്ന് പറയുന്നത്. ബ്ലൈൻഡ് സ്പോട്ട് എന്നാൽ എന്ത്? പുറകിൽ നിന്നുള്ള വാഹനം റിയർ വ്യൂ മിററിൽ കാണുവാൻ സാധിക്കാത്ത മേഖലയെ നമ്മൾ വിളിക്കുന്ന പേര് ബ്ലൈൻഡ് സ്പോട്ട് എന്നതാണ്. 78 അത് ആക്ച്വലി ക്യാൻസൽ ചെയ്തൊരു ചോദ്യമായിരുന്നു. 79 7 വർഷം കഴിഞ്ഞ ട്രാൻസ്പോർട്ട് വാഹനത്തിന്റെ ഫിറ്റ്നസ് കാലാവധി 2 വർഷമാണ്. 80 ടയർ വിയർ ഇൻഡിക്കേറ്റർ എന്തിനെ സൂചിപ്പിക്കുന്നു? ട്രാക്ടറിന്റെ തേയ്മാനത്തിന്റെ പരിധിയെ സൂചിപ്പിക്കുന്നു. 81 ഒരു 4 സ്ട്രോക്ക് എഞ്ചിനിൽ 4 സ്ട്രോക്ക് പൂർത്തീകരിക്കുമ്പോൾ എഞ്ചിൻ ക്രാങ്ക് ഷാഫ്റ്റ് എത്ര പ്രാവശ്യം കറങ്ങും എന്നുള്ളതാണ്. 2 പ്രാവശ്യം കറങ്ങുന്നു. വാഹനത്തിന്റെ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിൽ ഈ സിഗ്നൽ തെളിഞ്ഞു കിടക്കുന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? എന്താണ്? ഹാൻഡ് ബ്രേക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. അടുത്തത് 83ാമത്തെ ചോദ്യം. വാഹനത്തിലെ എഞ്ചിനിൽ നിന്ന് പുറന്തള്ളുന്ന പുകയിലെ പ്രധാന മലിനീകരണ ഘടകം ഏതാണ് എന്നുള്ളതാണ്. ഹൈഡ്രോ കാർബൺ ആണ്. 84 ഇൻഷുറൻസ് ഇല്ലാത്ത വാഹനങ്ങൾക്ക് ചുമത്തുന്ന പിഴത്തുക എത്രയാണ്? 2000 രൂപയാണ്. ട്രാൻസ്പോർട്ട് വാഹനത്തിലെ അറ്റൻഡിന് നിഷ്കരിച്ചിരിക്കുന്ന ഏറ്റവും കുറഞ്ഞ പ്രായപരിധി എത്രയാണ് എന്നുള്ളതാണ്. 20 വയസ്സിന് മുകളിലാണ്. 86 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡ്രൈവർ ട്രെയിനിങ് ആൻഡ് റിസർച്ച് എന്ന സ്ഥാപനം കേരളത്തിൽ ഏതു ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? മലപ്പുറമാണ്. ഹൈഡ്രോളിക് ബ്രേക്ക് സിസ്റ്റത്തിലെ ഒരു പ്രധാന ഭാഗം താഴെ പറയുന്നതിൽ ഏതാണ്? മാസ്റ്റർ സിലിണ്ടർ ആണ്. മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് കുറ്റകരമാക്കിയിരിക്കുന്നത് മോട്ടോർ വാഹന നിയമത്തിലെ ഏത് സെക്ഷൻ പ്രകാരമാണ്? സെക്ഷൻ 185. ജംഗ്ഷനിൽ വാഹനം ഓടിക്കുമ്പോൾ
ഏത് വാഹനത്തിലാണ് മുൻഗണന നമ്മൾ നൽകേണ്ടത്? വലതുവശം കൂടി വരുന്ന വാഹനങ്ങൾക്കാണ് മുൻഗണന നൽകേണ്ടത്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കുന്നതിനുള്ള ഉയർന്ന പ്രായപരിധി എത്രയാണ്? ആക്ച്വലി എന്താണ്? പ്രായപരിധി ഇല്ല. ഉയർന്ന പ്രായപരിധി ഇല്ല അല്ലെ. ഈ ട്രാഫിക് സൈൻ എന്തിനാണ് സൂചിപ്പിക്കുന്നത്? വഴി നൽകുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. 92 വാഹനത്തിന്റെ വേഗത കുറച്ച് വാഹനം ശ്രദ്ധയോടുകൂടി മുന്നോട്ടെടുക്കേണ്ടത് ഏത് നിറത്തിലുള്ള സിഗ്നൽ ലൈറ്റ് മിന്നിക്കത്തുമ്പോഴാണ്? ആംബർ. ഓക്കെ. 93 ഡ്രൈവിംഗ് ലൈസൻസ് മുൻകൂട്ടി പതിപ്പിക്കുന്നതിനുള്ള അനുവദനീയമായ കാലദൈർഘ്യം ഏതാണ്? സി. കാലാവധി തീരുന്നതിന് 12 മാസം മുൻപ്. 94 മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 112 എന്തിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു? അമിത വേഗതയെ കുറിച്ച് പ്രതിപാദിക്കുന്നു. 95 സ്വകാര്യ വാഹനങ്ങൾക്ക് പെയിന്റ് ചെയ്യാൻ അനുവദനീയമല്ലാത്ത നിറം ഏതാണ്? ഒലീവ് ഗ്രീൻ. 96 ലെഡ് ആസിഡ് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ് എന്നുള്ളതാണ്? സൾഫ്യൂറിക് ആസിഡ് ആണ്. മറന്നുപോകരുത്, സൾഫ്യൂറിക് ആസിഡ് ആണ്. 97 പെർമിറ്റ് വേണ്ടാത്ത ഗുഡ്സ് ട്രാൻസ്പോർട്ട് വാഹനത്തിലെ GVM എത്ര എന്നുള്ളതാണ്? ഇവയൊന്നുമല്ല. 98 സ്റ്റേജ് കാരേജിന് പെർമിറ്റ് അനുവദിക്കുന്നത് ആരാണ്? RTI ആണ്. 99 ടയർ റൊട്ടേഷൻ ചെയ്യുന്നതിന്റെ ആവശ്യം മേൽപ്പറഞ്ഞവയെല്ലാം. പ്രൈവറ്റ് വാഹനങ്ങളിൽ പരസ്യം പതിക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ചിട്ടുള്ള ഫീസ് അനുവദിച്ചിട്ടില്ല. ഓക്കെ. അപ്പോൾ ഈ 100 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. PYQs ആണ്. പ്രീവിയസ് ഇയറിൽ നടന്ന ചോദ്യങ്ങളും അതിന്റെ ആൻസേഴ്സും ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ നിങ്ങളൊന്ന് കേൾക്കുക, 1-2 തവണ കേൾക്കുക, പറഞ്ഞ കാര്യങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.